ദേവാമൃതം. നമ്മൾ പ്രധാന വാതിലിന് നേരെയായിട്ട് ഇപ്പം നമ്മൾ ഈ ഫാങ്ഷുയി പ്രകാരമാണെങ്കിൽ മിററോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നത് നല്ലതാണോ മോശമാണോ? ഇല്ല, പ്രധാന വാതിൽ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു വീട് വെക്കുമ്പം അതിൻ്റെ പ്രധാന വാതിലിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം നമ്മുടെ മെയിൻ വാതിലാണ് അത് വെക്കുന്ന കൃത്യമായിട്ടുള്ള പോസിറ്റീവ് സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിനകത്തുനിന്ന് മാക്സിമം കോസ്മിക് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി വീടിനകത്തോട്ട് കടന്നു വരത്തുള്ളൂ. അത് സ്ഥാനം മാറി നമ്മൾ നെഗറ്റീവായിട്ടുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് കടന്നു വരുന്ന എനർജി നെഗറ്റീവ് ആയിരിക്കും. കാരണം ആ വീടിനകത്തോട്ട് വരുന്ന സകല പോസിറ്റീവ്നെസ്സും മെയിൻ വാതിൽ കൂടെ വരിക. അപ്പം മെയിൻ വാതിൽ തുറക്കുമ്പോഴോ മെയിൻ വാതിലിൻ്റെ മുന്നിലായിട്ടോ നമ്മളൊരു കണ്ണാടി സ്ഥാപിച്ചാൽ ഇതിനകത്തോട്ട് വരുന്ന ഈ പോസിറ്റീവിനെ തിരിച്ചിത് റിഫ്ലക്റ്റ് ചെയ്യുക ചെയ്യും. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജികളും ഈ മെയിൻ വാതിൽ വഴി കടന്നു വരില്ല. അപ്പം പിന്നെ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം വെച്ചാൽ നമ്മൾ ഫെങ്ഷുയിൽ അവിടെ പക്വ മിറർ എന്ന് പറഞ്ഞൊരു സാധനം വെക്കാൻ പറയും. ഈ പക്വ മിറർ വെക്കുന്ന എല്ലാ വീട്ടിലും നമ്മൾ കോമൺ ആയിട്ട് വെക്കുന്ന ഒരു സാധനമല്ല. ഇപ്പം പക്വ മിറർ നമ്മൾ വെക്കുമ്പം ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ചിലപ്പോൾ ഒരു വഴിമുട്ടുണ്ടെന്ന് വെച്ചോ. ഇപ്പം ഒരു വീട് മെയിൻ വാതിൽ തുറക്കുന്നു, അതിന് നേരെ മുന്നിൽ നേരെ പോകുന്ന ഒരു വഴിയാണ്, അല്ല ഒരു വഴി വന്ന് അവസാനിക്കുന്നിടത്താണ് ഈ ഒരു വീടിൻ്റെ മെയിൻ വാതിലെങ്കിൽ അത് മുട്ടതിരെന്ന് പറയും. അല്ലെങ്കിൽ ചില പ്ലോട്ടിൻ്റെ മൂലകൾ വന്നിട്ട് മെയിൻ വാതിലിനോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ മെയിൻ വാതിലിൻ്റെ മുന്നിലായിട്ട് മറ്റെന്തെങ്കിലും വലിയ മരങ്ങളോ അല്ലെങ്കിൽ ചെറിയ കോർണറുകളോ ചെറിയ തെരുവുകളോ ഇങ്ങനെയൊക്കെയുള്ള ഏരിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പക്വ മിറർ യൂസ് ചെയ്യുന്നത്. ഈ പക്വ മിറർ യൂസ് ചെയ്യുമ്പം പക്വ മിറർ വെച്ചിരിക്കുന്ന ആ ഗ്ലാസ് എന്ന് പറയുന്നത് കോൺവെക്സ് മിററാണ്. അത് മറ്റുള്ള ആർക്കും ശല്യം ചെയ്യുന്നില്ല. അതിലൊരു വെട്ടം അടിച്ച് അത് 4 സൈഡിലൂടെ സ്പ്രെഡ് ചെയ്തു. അപ്പം പക്വ മിറർ യൂസ് ചെയ്യുന്ന എല്ലാ വീടുകളും ഇതുപോലെ കോമൺ ആയിട്ട് വെക്കാനല്ല, പ്രത്യേക അത് വാസ്തുവിൻ്റെ ഒരു ദോഷപരിഹാരത്തിന് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അല്ലാതെ എല്ലാ വീടിൻ്റെ മെയിൻ വാതിൽ ഇതുപോലെ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ മെയിൻ വാതിലോട്ട് വരുന്ന പോസിറ്റീവ്നെസ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ വീടിനകത്തും നമ്മുടെ വീടിൻ്റെ മെയിൻ വാതിലോട്ട് വീടിന് പുറത്തൊന്നും ഗ്ലാസ് അടിക്കാൻ പറ്റില്ല. വീടിൻ്റെ പുറത്ത് നമ്മുടെ മെയിൻ വാതിലിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഗ്ലാസ് വെച്ച് റിഫ്ലക്ട് ചെയ്താൽ ഇതേ നെഗറ്റീവ് എല്ലാം നമ്മുടെ വീടിനകത്ത് കയറി വരും. നമ്മളൊരു ടോർച്ച് എടുത്തിട്ട് നമ്മളൊരു ഗ്ലാസ്സിലോട്ട് അടിച്ചാൽ അത് നേരെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യില്ലേ. അതൊരു ചില ഏരിയ ഉണ്ട്. ഇപ്പം നമ്മുടെ മിസ്സിങ് കോർണറായിട്ടുള്ള ഏരിയ ആണെന്ന് വെച്ചാൽ യു ഷേപ്പിൽ കട്ട് ചെയ്ത് വരിക. അപ്പം നമുക്കിപ്പോൾ അവിടെ ഒന്നും കെട്ടിത്തിരിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് കെട്ടാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതിനകത്തുള്ള എനർജിയെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ള മിറർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മിററുകൾ പലപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഫെങ്ഷു അനുസരിച്ച് ഏതൊക്കെ സ്ഥലത്ത് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നൊരു ഫെങ്ഷു വിദഗ്ധൻ പറഞ്ഞാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആൾക്കാർക്ക് അറിയാതെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ചിലപ്പം നമ്മുടെ വീടിനടുത്ത് ആരാധനാലയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും പക്വ മിറർ അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ പോസിറ്റീവ് എനർജി തന്നെ ഈ വെട്ടം അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല. അത് നോക്കുക. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു വാസ്തു ചെയ്യുന്ന ഒരാളെ കൺസൾട്ട് ചെയ്തിരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തന്നെ എപ്പോഴും ചെയ്യാതിരിക്കുക, ആരെങ്കിലും അറിയാവുന്ന ആരെങ്കിലും കാണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചല്ല. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക.